നമസ്കാരം. മഞ്ഞപ്പാറ ഓൺലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡുകളാണുള്ളത്. ഇക്കുറി എല്ലാ വാർഡുകളിലും ശക്തമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഒന്നാം വാർഡായ മലപ്പേരൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റിനി ഷിബുവും UDF സ്ഥാനാർത്ഥിയായി ലിനി പൗലോസും മത്സരിക്കും. മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി ഉള്ളത് മുൻ വാർഡ് മെമ്പറായിരുന്ന സൂസമ്മ വർഗീസാണ്. സൂസമ്മ വർഗീസ് ഇപ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റജീന അൻസാറും മത്സരിക്കും. BJP സ്ഥാനാർത്ഥിയായി ലക്ഷ്മി ടിയും. ഇതാണ് മലപ്പേരൂർ വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക. അടുത്തത് രണ്ടാം വാർഡായ ത്രാങ്ങോടാണ്. ത്രാങ്ങോട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡാണ്. ത്രാങ്ങോട് വാർഡിൽ CPI സ്ഥാനാർത്ഥിയായി S നസീർ LDFന് വേണ്ടി മത്സരിക്കും. പിന്നീട് C ഉദയകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDFന് വേണ്ടി മത്സരിക്കും. G ഗോപാലകൃഷ്ണ പിള്ളയാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മൂന്നാം വാർഡായ കോട്ടുക്കലിൽ LDF സ്ഥാനാർത്ഥിയായി സഖാവ് ആർദ്ര ജയകൃഷ്ണനും UDF സ്ഥാനാർത്ഥിയായി രശ്മി സതീഷും മത്സരിക്കും. അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രമ്യ RV ആണ്. നാലാം വാർഡ് വടക്കേ കോട്ടുക്കൽ വാർഡാണ്. വടക്കേ കോട്ടുക്കൽ വാർഡിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി MR വേണുഗോപാലും UDF സ്ഥാനാർത്ഥിയായി P രാമചന്ദ്രൻ പിള്ളയും മത്സരിക്കും. അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദീപു VS ആണ്. അഞ്ചാം വാർഡ് നെടുപുറം വാർഡാണ്. അവിടെയും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് നെടുപുറം വാർഡും. അവിടെ LDF സ്ഥാനാർത്ഥിയായി B ബൈജുവും UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് അജി കെ ജോണും NDA സ്ഥാനാർത്ഥിയായി സുഭാഷ് ചന്ദ്രബോസും മത്സരിക്കും. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, അഖിൽ ശശി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഖിൽ ശശിയും മത്സരിക്കും. ആറാം വാർഡായ മേളക്കാട് LDF സ്ഥാനാർത്ഥിയായി സഖാവ് S നദല്യ ടീച്ചറും UDF സ്ഥാനാർത്ഥിയായി നാസില സജീർ ഖാനും മത്സരിക്കും. അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രിയങ്ക A ആണ്. ഏഴാം വാർഡ് പടിഞ്ഞാറേ വയലയാണ്. പടിഞ്ഞാറേ വയല മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സഖാവ് C അമൃതയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ബേബി സജീവും മത്സരിക്കും. അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രസന്നകുമാരിയാണ്. എട്ടാം വാർഡായ തോട്ടമുക്ക് വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ശ്രീദേവി CS-ഉം UDF സ്ഥാനാർത്ഥിയായി ജയ്സ ജോണിയും മത്സരിക്കും. ഒമ്പതാം വാർഡ് KK വയല വാർഡാണ്. KK വയല LDF സ്ഥാനാർത്ഥിയായി ഷീല D തമ്പിയും UDF സ്ഥാനാർത്ഥിയായി സിന്ധു P-യും മത്സരിക്കും. അവിടെ NDA സ്ഥാനാർത്ഥി ജ്യോതിലക്ഷ്മിയാണ്. പത്താം വാർഡ് വെളുന്തറ വാർഡാണ്. വെളുന്തറ വാർഡിൽ LDFന് വേണ്ടി സഖാവ് B മുരളീധരൻ പിള്ളയും UDFന് വേണ്ടി അനീഷ് കുതിരപ്പന്തിയും മത്സരിക്കും. 11-ാം വാർഡ് മണ്ണൂർ വാർഡാണ്. മണ്ണൂർ വാർഡിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മനോജ് കുഞ്ഞപ്പനും UDF സ്ഥാനാർത്ഥിയായി ബിനു കെ ജോണും മത്സരിക്കും. 12-ാം വാർഡായ തുടയന്നൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് S സോമരാജും UDF സ്ഥാനാർത്ഥിയായി SR ബിനോജും മത്സരിക്കും. 13-ാം വാർഡ് മണലുവട്ടം വാർഡാണ്. മണലുവട്ടം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി നീന MH-ഉം UDF സ്ഥാനാർത്ഥിയായി വീണ ചെള്ളനും മത്സരിക്കും. 14-ാം വാർഡ് ചാണപ്പാറ വാർഡാണ്. ചാണപ്പാറ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി TS നിതീഷും UDF സ്ഥാനാർത്ഥിയായി മണലുവട്ടം സനോഫറും മത്സരിക്കും. 15-ാം വാർഡ് അണപ്പാട് വാർഡാണ്. അണപ്പാട് വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി O വിജയകുമാരിയും UDF സ്ഥാനാർത്ഥിയായി S അശ്വതിയും മത്സരിക്കും. 16-ാം വാർഡ് ചരിപ്പറമ്പ് വാർഡ്. ചരിപ്പറമ്പ് വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് K അനിൽകുമാറും UDF സ്ഥാനാർത്ഥിയായി ഷൂജാവുൽ മുൾക്കും മത്സരിക്കും. 17-ാം വാർഡ് ചുണ്ട വാർഡാണ്. ചുണ്ട വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി M റഹീമും UDFന് 2 സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും അവിടെ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി നസീബ് റഹ്മാനും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ഇബ്രാഹിം കുട്ടി മുണ്ടപ്പള്ളിയും അവിടെ മത്സരിക്കുന്നതാണ്. 18-ാം വാർഡ് വയ്യാനം വാർഡാണ്. വയ്യാനം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി സഖാവ് രാധിക കുമാരിയും UDF സ്ഥാനാർത്ഥിയായി സുൽഫത്ത് ടീച്ചറും മത്സരിക്കും. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, സുൽഫിയ ഷാജി. 19-ാം വാർഡ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കിഴുതോണി വാർഡാണ്. അവിടെ മുൻ വാർഡ് മെമ്പർ SDPI ആണ്. അപ്പോൾ അവിടെ LDFന് വേണ്ടി ഷൈമ കുഴുവിളയും UDFന് വേണ്ടി ഹസീന ബുഹാദും മത്സരിക്കും. അവിടെ SDPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സജീന തോണിയോടാണ്. 20-ാം വാർഡ് ഇട്ടിവ വാർഡാണ്. ഇട്ടിവ വാർഡിൽ LDF സ്ഥാനാർത്ഥി അതുല്യ VS-ഉം UDF സ്ഥാനാർത്ഥി B സുനിത ചന്ദ്രനുമാണ്. 21-ാം വാർഡ് ഫിൽഗിരി വാർഡാണ്. ഫിൽഗിരി വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി A നൌഷാദും UDF സ്ഥാനാർത്ഥിയായി ജോണി ദേവസ്യയും മത്സരിക്കും. അവിടെ SDPI സ്ഥാനാർത്ഥിയായി മുൻ കിഴുതോണി വാർഡ് മെമ്പറായിരുന്ന ഷെഫീഖ് ചിറവക്കോണം മത്സരിക്കുന്നുണ്ട്.
പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാജീവ് വടക്കേക്കോണവും മത്സരിക്കും. 22-ാം വാർഡ് മഞ്ഞപ്പാറ വാർഡാണ്. മഞ്ഞപ്പാറ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി A ജമീല ബീവിയും UDF സ്ഥാനാർത്ഥിയായി S റഹീല ബീവിയും മത്സരിക്കും. അപ്പോൾ ഇതാണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്. ഇവരിൽ ആരൊക്കെ വീഴുമെന്നും ആരൊക്കെ വാഴുമെന്നും നമുക്ക് കാത്തിരുന്നു കാണാം.